ഷോ ആ ശാരദ ഇപ്പൊ വരും. അതിനു മുമ്പ് അച്ചപ്പം മുഴുവനും ഉണ്ടാക്കണം. നസീറ ഈ ഇവിടെ അടുക്കളയിലോട്ട് വാ. എന്തുമ്മ ഉമ്മ എന്താണ് ഈ പറയണത്? ആ യൂണിഫോം എല്ലാം ഇന്ന് തന്നെ കൊടുക്കണം. വൈകുന്നേരം ആകുമ്പോ സ്കൂളിൽ നിന്ന് ആള് വരും. എന്താലോ ഞമ്മളൊന്നും മിണ്ടല്ലപ്പാ. ഈ അയ്യ എന്റെ തുന്നലായി. ഞാൻ തുന്നി ഉണ്ടാക്കണ കാശുകൊണ്ടാ ഈ വീടിന്റെ അടുപ്പ് പുകയണത്. അപ്പൊ അടുപ്പിന്റെ ചോട്ടിൽ ഇന്ന് തീയും പുകയായിട്ട് ഞമ്മളുണ്ടാക്കണ പലഹാരത്തിന് ഒരു വിലയില്ലെന്ന് ഈ പറയണേ. ഓ എന്റെ പൊന്നുമ്മ, നിങ്ങൾ ഇങ്ങനെ ചൂടാവല്ലേ. യൂണിഫോം വെക്കം തുന്നി തീർത്തിട്ട് നമ്മളും കൂടി വരാം. ശരി ശരി. നസീറ, ആ ശാരദേച്ചി, ധന്നിക്കുള്ള ചുരിദാറിന്റെ തുണിയായത്. സമയമില്ലാന്ന് മാത്രം പറയരുത്. 3 ദിവസത്തിനുള്ളിൽ തുന്നിയും തരണം. ധന്യയുടെ കൂട്ടുകാരിയുടെ എൻഗേജ്മെന്റാ ഈ വരുന്ന വ്യാഴാഴ്ച. അതിനിട്ടോണ്ട് പോവാനുള്ളതാ. അയ്യോ ശാരദേച്ചി, യൂണിഫോമിന്റെ തിരക്കാ. അതൊന്നും പറഞ്ഞാ പറ്റൂല. നീ തുന്നിയാലേ ധന്യക്ക് ഇഷ്ടാവുള്ളൂ. ഇതൊരു അഡ്വാൻസ് ആയിട്ട് വെച്ചോ. ആയിഷുമ്മ അടുക്കളയിലുണ്ടാ? ഉമ്മ ഇങ്ങക്കുള്ള പലഹാരം ഉണ്ടാക്കണുണ്ട്. ശരി, എന്നാ ഞാനങ്ങോട്ട്. ശരി. ആയിഷുമോ, എന്തായി? ശാരദ വന്നാ? ദേ ഉണ്ണിയപ്പോ മുറുക്കു ശരിയായി. അച്ചപ്പം ദേ ആയിക്കൊണ്ടിരിക്കുന്നു. ദീപ്തിനെ ഏത് ഡോക്ടറെ കാണിക്കണേ? നമ്മളെ മേരി തോമസ് ഡോക്ടറില്ലേ, അവരാ. ഈ തിരക്കൊക്കെ ഒന്ന് ഒഴിഞ്ഞിട്ട് ഞാനും നസീറയും കൂടി മോളെ കാണാൻ വരുന്നുണ്ട്. ആയിക്കോട്ടെ. അല്ല, നസീറാന്റെ നിക്കാന്റെ കാര്യം എന്തായി? ആ എല്ലാ ബുക്കും അന്വേഷിക്കുന്നുണ്ട്. എല്ലാം അതിന്റെ നേരത്ത് നടക്കും ആയിഷുമ്മ. അച്ചപ്പം കൂടെ റെഡി ആയിട്ട് എന്നെ അറിയിച്ചാ മതി. ഞാൻ വന്ന് എടുത്തോളാം. ഓ ശരി. ആയിഷു, ഉമ്മ, ആ ദേ അബുമാമ വന്നേക്കണ്. ദാ നമ്മള് വരണേ. ആ എന്റെ തുന്നലൊക്കെ എങ്ങനെയുണ്ട് നസീറ? അള്ളാന്റെ ബർക്കത്തുകൊണ്ട് എല്ലാം നന്നായി പോകുന്നുണ്ട് മാമ. ഇക്ക. ആ ആയിഷ, ഓ ഞമ്മളിപ്പോ വന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനെ കൊണ്ടാണ്. അന്നോട് നമ്മൾ കഴിഞ്ഞ ആഴ്ച കൂരാച്ചൂടിലെ മയ്യത്തായ മൊയ്തീൻ്റെ മോൻ്റെ കാര്യം പറഞ്ഞില്ലേ? ആ ഓനിപ്പോൾ ഒരു തുണയും വേണമെന്ന് നിരീക്ഷിച്ച് നടക്കുക. നമുക്ക് ഓന് വേണ്ടി നമ്മുടെ നസീറാനെ ഒന്ന് ആലോചിച്ചാലോ? അതിപ്പോ അബൂക്ക ഈ ബേജാറാവണ്ട. പൊന്നും പണോ ഒന്നും ഓനധികം വേണ്ട. ഓന് നല്ലൊരു മൊഞ്ചത്തീനെ മതി. ഭാഗ്യമൊന്നും ഈ നോക്കണ്ട. എല്ലാം അതിൻ്റെ ബർക്കത്തനുസരിച്ച് നടന്നോളും. റബീൽ അലമിനായ തമ്പുരാൻ നമ്മുടെ കഷ്ടപ്പാടുകളൊക്കെ കാണണ്ടായിച്ചു. ഇതോടെ നസീറാൻ്റെ നല്ല കാലം തെളിഞ്ഞു അങ്ങോട്ട് കൂട്ടിക്കൊള്ളി. അങ്ങനെയാണെങ്കിൽ നിങ്ങളും ഓളോടൊന്ന് സമ്മതം ചോദിക്കുന്നേ, ഞങ്ങൾക്ക് കുടിക്കാൻ എടുത്തോണ്ട് വരാം. എന്താ മോളെ എൻ്റെ അഭിപ്രായം? ഓനോട് നമ്മളെന്താ പറയണ്ടത്? അതൊക്കെ ഉമ്മാന്റെ നിങ്ങളുടെ ഇഷ്ടം പോലെ. ഇതാ ചായ. ഓളെന്തു പറഞ്ഞ പൂക്ക? നമ്മുടെ തീരുമാനം എന്തോ അത് തന്നെ ഓളുടെയും തീരുമാനം. അനക്ക് ഓനെ ഒന്ന് കാണണ്ടേ? ഞാനൊരു ദിവസം ഓനെയും കൂട്ടിക്കൊണ്ടിങ്ങോട്ട് വരാം. ആയിഷു, നമ്മൾ ഇറങ്ങട്ടെ. പടച്ചോനെല്ലാം ഹലാലാക്കി തരും.